ശ്രേഷ്ഠതയാണ് പറയുന്നത്. അപ്പൊ ഈ 86 ശ്ലോകങ്ങളിൽ ഈ മുഴുവൻ രാമായണവും പറഞ്ഞിട്ടുണ്ട്. ഈ രാമായണത്തെയാണ്, നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള രാമായണത്തെയാണ് പിന്നീട് 24,000 ശ്ലോകങ്ങളിലായിട്ട് വാത്മീകി ചമയ്ക്കുന്നത് ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം. ഇതൊക്കെ പ്രക്ഷിപ്താണെന്നൊരു വാദം കേട്ടോ. ഈ പറയുന്ന ബാലകാന്ഡം എന്ന് പറയുന്ന കാണ്ഡം തന്നെ, ഉത്തരകാന്ഡം എന്ന് പറയുന്ന കാണ്ഡം തന്നെ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിലെ വാൽമീകി രാമായണത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാമന് ഏതെങ്കിലും നിലയിലുള്ള ദിവ്യത്വം ആരോപിക്കപ്പെടുന്നില്ല. അവിടെ മനുഷ്യനായിട്ടുള്ള രാമനാ. എന്താ മാതൃകാ പുരുഷോത്തമൻ എന്നാ പറയുന്നത്. പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ ദേവനാണെന്ന് പറയുന്നില്ല. പൊതുവിലൊരു സിദ്ധാന്തമുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ഈ പഴയ പുരാണങ്ങൾക്ക് പിന്നിലുള്ള എന്താ പറയുക ശാസ്ത്രീയ അടിത്തറയെ പറ്റി അന്വേഷിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഈ രാമായണം ഉൾപ്പെടെയുള്ള എല്ലാ പുരാണങ്ങളും ഒരു തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി ദശാവതാര സിദ്ധാന്തം തന്നെ, വിഷ്ണു 10 അവതാരങ്ങളായിട്ട് അവതരിക്കുന്നത് തന്നെ ഒരു പരിണാമത്തിന്റെ കഥയാണ്. ഈ ഡാർവിൻ്റെ ഒക്കെ ഉണ്ടല്ലോ പരിണാമം, തിയറി ഓഫ് എവല്യൂഷൻ. ഡാർവിൻ പറയുന്നുണ്ട്, എന്താ ഡാർവിൻ്റെ പരിണാമം? ആദ്യം ജീവൻ ഉത്ഭവിക്കുന്നത് ജലത്തിലാണ്. ജലത്തിൽ ആദ്യം ജീവൻ ഉത്ഭവിക്കുന്നു, പിന്നീട് അത് പതുക്കെ കരയിലേക്ക് കയറുന്നു. അപ്പൊ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവികൾ ഉണ്ടാവുന്നു. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഉണ്ടാവുന്നു. പിന്നെ ഈ ജീവികൾ പല കാലങ്ങളിൽ പരിണാമത്തിന് വിധേയരാകുന്നു. പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യരുണ്ടാവുന്നു. ഈ പറയുന്ന ചിമ്പാൻസികളിൽ നിന്നൊക്കെയാണ് പരിണമിച്ചിട്ട് മനുഷ്യനുണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യനുണ്ടാവുന്നു. ഇങ്ങനെ പരിണാമ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയെന്ന. നമ്മൾ ഈ ദശാവതാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? ആദ്യം ജലത്തിൽ ഉത്ഭവിക്കുന്ന ആദ്യത്തെ അവതാരത്തെ നമ്മൾ കാണുന്നുണ്ട്, മത്സ്യം. വേദങ്ങൾ രക്ഷിക്കാൻ വേണ്ടി അവതരിക്കുകയാണ് മത്സ്യം. ഈ പറയുന്ന രാക്ഷസൻ ഹയഗ്രീവൻ എന്ന് പറയുന്ന രാക്ഷസൻ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വേദങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയപ്പോൾ ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാന ഭണ്ഡാരമായിട്ടുള്ള വേദങ്ങളെ, അപൗരുഷേയങ്ങളായിട്ടുള്ള വേദങ്ങളെ, സാക്ഷാൽ ബ്രഹ്മവിദ്യയായിട്ടുള്ള ശ്രുതിയായിട്ടുള്ള വേദങ്ങളെ രാക്ഷസൻ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ, അസുരൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, വേദ സംരക്ഷണാർത്ഥമാണ് ആദ്യത്തെ അവതാരം. ജലത്തിലാണ്, മത്സ്യം കരയിലേക്ക് വരുന്നേ ഇല്ല. എന്നാൽ രണ്ടാമത്തെ അവതാരമാകുമ്പോഴോ, രണ്ടാമത്തെ അവതാരമാകുമ്പോൾ വെള്ളത്തിലും കരയിലുമായി. കൂർമ്മമാണ്. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ. ആമയ്ക്ക് വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാം. അധിക സമയം വെള്ളത്തിലാണ് അവതാരത്തിന്റെ ജോലിയൊക്കെ നിർവഹിക്കുന്നത്. കാരണം ഈ സമുദ്രമഥനം നടക്കുമ്പോൾ, പാലാഴി മഥനം നടക്കുമ്പോൾ ഈ പർവ്വതത്തിനടിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂർമ്മം എന്ന് പറയുന്ന അവതാരം ഉണ്ടാവുന്നത്. ഈ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞിട്ട് അമൃതം എടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അവിടെയാണ് ഈ കൂർമ്മം വരുന്നത്. അതും കഴിഞ്ഞപ്പോൾ ഇതാ ജീവൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറണം. അപ്പൊ മത്സ്യം, കൂർമ്മം, വരാഹം വന്നു. വരാഹം ആകുമ്പോൾ പൂർണ്ണമായിട്ട് കരയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷെ ആവശ്യം വന്നാൽ വെള്ളത്തിൽ ഇറക്കാനും മടിയില്ല. ഭൂമിദേവിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടാണല്ലോ ഭൂമിദേവിയെ തേക്കയിൽ കോർത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിദേവി എങ്ങനെയാ വെള്ളത്തിന്റെ ഉള്ളിൽ പോയത്? ഈ കടലും ഭൂമിയിലല്ലേ എന്ന് ചോദിക്കരുത്. അതൊരു എന്താ പറയാ, ഒരു താത്വികമായ സങ്കല്പമാണ്, അല്ലാണ്ട് വസ്തുതാപരമായിട്ടല്ല. അത് പറയുന്നത് ഫാക്ച്വൽ അല്ല, അത് സിംബോളിക്കാണ്. ഒരു ആശയത്തെയാണ് അത് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഭൂമിയെ ഉദ്ധാരണം ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള. അപ്പോൾ വരാഹമായി. പിന്നെയോ, അപ്പൊ ജീവി എന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണമായി. പിന്നെ ജീവിയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം വരികയാണ്. അപ്പൊ അതാ നരസിംഹം വരുന്നു. നരസിംഹം നിങ്ങൾ നോക്കും, മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയാ. ഉടല് കൊണ്ടൊക്കെ ആകൃതി കൊണ്ടൊക്കെ മനുഷ്യരെ പോലെയായി. പക്ഷെ ബുദ്ധി ഇപ്പോഴും മൃഗത്തിന്റെയാ. ക്രൗര്യമാണ്, കോപമാണ്, അതികോപിഷ്ഠനാണ്, അതിവേഗത്തിൽ അസുര സംഹാരം നടത്തുകയാണ്. വേറെ വർത്താനമൊന്നുമില്ല. ഒരു വാചകം പോലും പറയാണ്ടാണ് അവതാരം പൂർത്തീകരിക്കുന്നത്. ആദ്യത്തെ വാചകം പറയുന്ന അവതാരം വരുന്നത് വാമനം വരുമ്പോഴാണ്. വാമനന് മുൻപേ അക്ഷരം പറയുന്ന ഒരു അവതാരമില്ല. മത്സ്യം സംസാരിച്ചിട്ടില്ല, കൂർമ്മം സംസാരിക്കുന്നില്ല, ഈ പറയുന്ന വരാഹം സംസാരിക്കുന്നില്ല, ഈ നരസിംഹവും സംസാരിക്കുന്നില്ല. നരസിംഹം പിന്നീട് കോപമൊക്കെ അടങ്ങിയതിന് ശേഷം, പ്രഹ്ലാദൻ കോപമൊക്കെ അടക്കിയതിന് ശേഷം വേറൊരു ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. യോഗ നരസിംഹം എന്നൊക്കെ പറയുന്ന ഭാവമുണ്ട്. നരസിംഹം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം വളരെ വിശാലമാണ്. ഞാനതിൻ്റെ പരിമിതമായിട്ടുള്ളൊരു സങ്കല്പം മാത്രമേ പറയുന്നുള്ളൂ. അല്ലാണ്ട് നരസിംഹം എന്ന് പറയുന്ന സങ്കല്പത്തെ പൂർണ്ണമായി